ഇത്ര നേരം നടന്നത് പ്രഭാഷണങ്ങളായിരുന്നു. എൻ്റെതൊരു പ്രഭാഷണമല്ല, ഇതൊരു ടെക്നിക്കൽ പ്രസൻറ്റേഷനാണ്. ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചിന്താസായനത്തിൽ നമ്മളിങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രതലമുണ്ട്. അത് ബേസിക്കലി അതൊരു ഡാറ്റ വെച്ചുകൊണ്ടാണ് നമുക്ക് പബ്ലിക് ഫിനാൻസിൽ അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരത്തിലൊരു പ്രതലം, ശക്തമായൊരു പ്രതലം ഈ ചിന്തയ്ക്ക് നൽകുക, ഈ ഒരു ചിന്താസായനത്തിൽ നൽകുക എന്നുള്ളതാണ് ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട്, ഇത് പല ഡാറ്റകൾ പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് അനലൈസ് ചെയ്തതാണ്. ഇതിൻ്റെ എന്തെങ്കിലും അനാലിസിസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ തന്നെയാണ്. പറ്റാവുന്നിടത്തോളം ടെക്നിക്കലി ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡാറ്റ എടുത്തിരിക്കുന്ന RBI സൈറ്റുകളിൽ നിന്നുണ്ട്. ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ ഇക്കോണമി ഉണ്ട്, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്, മോസ്റ്റ് മിനിസ്ട്രി ഓഫ് പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അങ്ങനെ പല ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് എടുത്ത ഡാറ്റകളാണ്. അപ്പം ഇത്തരത്തിൽ വെച്ചുകൊണ്ട് നമ്മളൊരു കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ അധികം റിപ്പീറ്റ് ചെയ്തില്ല, അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് 2021 വരെയുള്ള നമ്മുടെ ഒരു ഫിസിക്കൽ റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഒരു റവന്യൂ ഫിസിക്കൽ ഡെഫിസിറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം FRBM പീരീഡിന് ശേഷമാണ്, പ്രത്യേകിച്ച് 2003 ശേഷം വരുന്നത്. കാരണം നമ്മളെ ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇക്കോണമിക്കകത്ത് ഈ ഫിസിക്കൽ റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ 1995 മുതൽ 2003 വരെയുള്ള ചരിത്രം, ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് എല്ലാ സ്റ്റേറ്റിനും എല്ലാ സെൻട്രൽ ഗവൺമെൻറ്റിനും ഹയസ്റ്റ് റവന്യൂ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ ഒരു സമയത്താണ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുകയും അങ്ങനെ FRBM ആക്ട് 2003 ഇംപ്ലിമെൻറ്റ് ചെയ്യും. സെൻട്രൽ 2003 ഇംപ്ലിമെൻറ്റ് ചെയ്യും, പിന്നെ സ്റ്റേറ്റിലേക്ക് വരുന്നു. സ്റ്റേറ്റ് 2007 പല സ്റ്റേറ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇംപ്ലിമെൻറ്റ് സ്റ്റേറ്റിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ട്രാജക്ടറി ഹിസ്റ്ററി അവിടെ ഉണ്ട്. അതായത് ഹയസ്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇപ്പോഴുള്ളതല്ല. ഹയസ്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അത് സ്റ്റേറ്റുകൾ, ഏത് സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ശരി, സെൻട്രലിനായാലും നോക്കിയാലും ശരി. അപ്പം ഇതെന്ന് വെച്ചാൽ FRBMന് ശേഷമുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ മാത്രമാണ്. അപ്പം ഇത് സീറോ ആക്കണമെന്നാണ് FRBM ആക്ട് പറയുന്നത്. പലപ്പോഴും സീറോ ആക്കാനുള്ള പരിശ്രമം നടത്തും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇത് വീണ്ടും മുന്നോട്ടേക്ക് പോകും. ഈ രീതിയിൽ അങ്ങ് പോവുകയാണ്. നമുക്കറിയാം, FRBM ആക്ട് പ്രകാരം ഓരോ ബജറ്റ് വെക്കുമ്പോഴും ഒരു ഫിസിക്കൽ ഫ്രെയിംവർക്ക് ടേബിൾ ചെയ്യും. ആ സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഏത് വർഷം റവന്യൂ ഡെഫിസിറ്റ് സീറോ ആക്കും, ഏത് വർഷം ഫിസിക്കൽ ഡെഫിസിറ്റ് 3% ഓഫ് GSDP ആക്കി മാറ്റും എന്നുള്ളത്. അപ്പം അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ റിലേറ്റീവ്ലി ഹൈ ആണ്. 3% ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു FRBM ആക്ട് പ്രകാരമുള്ള നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത് പലപ്പോഴും അതിന് മുകളിലാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ മാത്രമല്ല, സെൻട്രലിൻ്റെയും കയറിയിട്ടുണ്ട്. കോവിഡിൻ്റെ ഫലമായിട്ടുണ്ടായ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു സ്ലൈഡിനാണ്, ഈ ഒരു ഡെറ്റ് എന്ന് പറയുന്നതിൽ. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ തമിഴ്നാടിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് റീസെൻ്റ് ആയിട്ട് കൂടുന്നതാണ്. നന്നായി കുറഞ്ഞിരുന്നു, പക്ഷേ റീസെൻ്റ് ആയിട്ട് അത് കൂടുന്നു. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് നന്നായി കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഷാർപ്പ് ഗ്രോത്ത് റീസെൻ്റ് ആയിട്ട് കൂടാനുള്ള റീസൺ. ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ സ്റ്റേറ്റ് എടുത്ത മൊത്തം കടത്തിൻ്റെ ആകത്തുക എത്രയാണോ അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഏകദേശം GDPയുടെ 37% അടുത്തുള്ളതാണ്. അത് പിന്നെ കേരളത്തിൽ FRBM ആക്ട് 2003 വരുന്നു. ബോധപൂർവം ഈ നമ്മുടെ ഫിസിക്കൽ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരുന്നു. 2007-08 ആ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കുറഞ്ഞ് അതൊരു 28% വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഗ്രാജുവലി അത് വർദ്ധിക്കുകയാണ് കേരളത്തിൻ്റെ കേസിൽ. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് തമിഴ്നാടിൻ്റെ കേസ്. തമിഴ്നാടിൻ്റെ കേസും തമിഴ്നാടും കർണാടകയും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സംസ്ഥാനം എന്നുള്ള രീതിയിൽ മാത്രം എടുത്തതാണ്. അത് കാണാൻ പറ്റും, അതിങ്ങനെ കുറഞ്ഞു വരുന്നു. 2007-08 നന്നായിട്ട് കുറഞ്ഞു. അതിനുശേഷം കർണാടകയുടെ വലിങ്ങനെ കൂടിയില്ല. പക്ഷേ തമിഴ്നാടിൻ്റെ വളരെ ഷാർപ്പായിട്ട് പെട്ടെന്നൊരു വർധനവ് കാണുന്നുണ്ട്. അത് 5 ഇയർ മൂവിങ് ആവറേജ് ആണ്. ഇയർ വൈസ് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂവിങ് ആവറേജ് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ക്ലിയർ കട്ട് ഗ്യാപ്പ് ബിറ്റ്വീൻ തമിഴ്നാട്, കേരള ആൻഡ് കർണാടകയും തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് കൂടുതലാണ്. ഏകദേശം GDPയുടെ ഒരു 5%, 6% മറ്റ് രണ്ട് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അത്രമാത്രം ഡെറ്റ് നമ്മുടെ ഇക്കോണമിക്കകത്തുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് പെട്ടെന്നൊന്നും കുറയത്തില്ല. കാരണം ഇത് കുറയണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് വന്ന് അങ്ങനെ ഗ്രാജുവലി ഒരു 10 വർഷം കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ 5 വർഷം കൊണ്ടൊക്കെയാണ് നമ്മളിതൊരു 5%, 6% അത്. കാരണം നമ്മുടെ മൊത്തം കടമാണത്. ഇതുവരെ വാങ്ങിച്ചു വെച്ച് കൂട്ടിയ മൊത്തം കടത്തിൻ്റെ ഒരു സൈസാണ് ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടാമതൊരു കാര്യം ഞാൻ നോക്കുന്നത് ഫിസിക്കൽ ക്വാളിറ്റിയാണ്.
നമ്മുടെ ഡെറ്റ് വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിനാണോ അല്ല അസറ്റ് ക്രിയേഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണോ? അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിലെ ക്വാളിറ്റി ഓഫ് ഡെറ്റ്, ആ റെഡ് ഫിഗർ നോക്കിയാൽ മതി. ആ റെഡ് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുന്നതിൽ ഏകദേശം 50% നമ്മൾ ചിലവാക്കുന്നത് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് തമിഴ്നാടിൻ്റെ കേസിൽ വരുമ്പോൾ അങ്ങനെയല്ല. തമിഴ്നാട് കേസിൽ റീസെൻ്റ് ആയിട്ട് ഷാർപ്പ് ഗ്രോത്ത്, ഞാൻ പറഞ്ഞു അത് തമിഴ്നാട് കേസിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഷാർപ്പ് ഗ്രോത്ത് റീസെൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കാണാൻ പറ്റും ചില സമയത്തൊക്കെ അവർ കടം വാങ്ങിക്കുന്നതിൽ നല്ലൊരു ശതമാനവും അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വിനിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രണ്ട് സ്റ്റേറ്റും കേരളവും തമ്മിൽ ആ ഗ്യാപ്പ് നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെ കടത്തിൻ്റെ നല്ലൊരു ശതമാനവും ക്യാപിറ്റൽ ക്രിയേഷനോ അസറ്റ് ക്രിയേഷനോ അല്ല പോകുന്നത്, അത് മറിച്ച് സാലറി കൊടുക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ, മേ ബി നമുക്കൊരു ലേമൻ സംസാരത്തിൽ പറയാൻ പറ്റാവുന്നത് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിന് വേണ്ടി പോകുന്നു എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം കേരളത്തിൻ്റെ ഒരു ഫിസിക്കൽ ഫ്രെയിം വർക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതായിട്ട് റീസെൻ്റ് ആയിട്ട് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഏകദേശം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് GDP-യുടെ 2.3 ഒക്കെ കിടന്നത് 2.6 ആയിട്ടുണ്ടാവും. അതേ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് കൂടുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് വർധനവ് വരുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് കൺസേൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സെൻറ്റർ എന്നുള്ള ട്രാൻസ്ഫർ 2.3, 2.4, 2.5, 3.6, 9, 5.3 ഒക്കെ ആയിട്ടുണ്ടാവും. ഈ 5.3 ഒക്കെ ശ്രദ്ധിക്കുക ഫിഗർ. കാരണം ഇതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഒന്നിക്കിൽ GST കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടാവും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ സെൻറ്ററിൻ്റെ ഷെയർ പെട്ടെന്ന് കൂടിയിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് സെൻറ്ററിൻ്റെ ഗ്രാൻഡ് സ്റ്റേറ്റിന് കിട്ടുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടുതലാണ്. ഈവൻ ഇക്കണോമിക് റിവ്യൂ എടുത്തു കഴിഞ്ഞാലും ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേരളത്തിന് കിട്ടുന്നുണ്ട്. മറ്റേത് സ്റ്റേറ്റിനേക്കാളും കേരളത്തിന് അത് കിട്ടും. കാരണം കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് കൂടുതലാണ്, നമുക്ക് ഡാറ്റ തന്നെ വ്യക്തമാണത്. ഒന്നാമത്. രണ്ടാമത്, GST കോമ്പൻസേഷൻ കേരളത്തിന് കിട്ടുന്നുണ്ട്. കാരണം GST കഴിഞ്ഞ 5 വർഷമായിട്ട് 14% നമ്മുടെ ഗ്രോത്ത് ഇല്ല എങ്കിൽ, റവന്യൂ ഇല്ല എങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യും, അത് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ തീരുകയാണ്. 2022-23 റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും തീരുകയാണ്. കാരണം 15th ഫൈനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 5 വർഷമായി. പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യം, ഇതാണ് കേരളത്തിന് കിട്ടുന്നില്ല എന്ന് കേരളം പറയുന്നതും സെൻറ്ററിന് കുറ്റം പറയുന്നതുമായ, മീൻസ് അതിനെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പൊളിറ്റിക്സ് പറയാൻ താല്പര്യമില്ല, പൊളിറ്റിക്കലായിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. കാരണം പബ്ലിക് ഫിനാൻസ് പറയുമ്പോൾ പൊളിറ്റിക്സ് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് സാധനങ്ങളാണ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ. പക്ഷേ ഇത് രണ്ടും ലീഗലി കൊടുക്കേണ്ടതല്ല. കാരണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 8, 9, 10, 11 ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ എടുത്ത് വായിച്ചാൽ, അതിൽ പ്രത്യേകിച്ചും 10ാമത്തെ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എപ്പോഴും റവന്യൂ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. കാരണം ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഞാൻ എന്തിനു കുറക്കണം? അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് 10ാം ധനകാര്യ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് എല്ലാ ധനകാര്യ കമ്മീഷനിലും കാണാൻ പറ്റും, 9ലും കാണാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഒരു ഫെഡറലിസത്തിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിന് ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടായാൽ അത് സഹായിക്കുക തന്നെ വേണം. ആ രീതിയിൽ ഇനി ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കാര്യവുമാണ്. ഒന്ന്. രണ്ടാമത്തെ, GST കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ GST കോമ്പൻസേഷൻ ആ സമയത്ത് കൊടുത്തത് പെട്ടെന്ന് GST ഒരു പുതിയ ഫ്രെയിംവർക്കിലേക്ക് മാറുമ്പോൾ നമ്മുടെ ടാക്സ് ബേസ് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാജ്വലി ഇത് കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയും ടാക്സ് ബേസ് വർദ്ധിക്കുകയും, റേറ്റ് ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണ്, ടാക്സ് ബേസ് വർദ്ധിക്കുകയും, അങ്ങനെ റവന്യൂ കൃത്യമായി മുമ്പ് കിട്ടിയിരുന്ന ലെവലിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ കോമ്പൻസേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. കാരണം GST കൗൺസിലിൽ ഒരുപാട് എല്ലാ സ്റ്റേറ്റുകളുമുണ്ട്. കാരണം ആ സ്റ്റേറ്റുകളെല്ലാം കൂടിയാണ് GST കൗൺസിൽ. അപ്പോൾ ആ കൗൺസിലിനകത്ത് മറ്റ് സ്റ്റേറ്റുകൾ ഒരു പരിധിക്കപ്പുറം ഈ GST കോമ്പൻസേഷൻ നിലനിർത്തുന്ന ഒരു ആർഗ്യുമെൻറ്റുമായി വന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു വിഷയം, ഈ രണ്ട് കേസിൽ ഇങ്ങനെയൊരു വിഷയം ഉന്നയിക്കപ്പെടുന്നു. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഓൺ റവന്യൂ എന്ന് പറയുന്ന സാധനം നോക്കുക. കാരണം ഓൺ റവന്യൂ 8.3, 8.1, 8.4 ഒക്കെ ഇടുന്നത് 6.9, 7.6 ഒക്കെ. പക്ഷേ ഇവിടെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം GSTP കുറയുന്നുണ്ട്. GSTP കുറഞ്ഞിട്ടും നമ്മുടെ ബേസ് കുറയുവാണ്. ബേസ് കുറഞ്ഞിട്ടും നമ്മുടെ റവന്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, റവന്യൂൻ്റെ റേഷ്യോ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുറവ് ഓൺ റവന്യൂവിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്റ്റേറ്റിനകത്ത് നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന
അത് സ്റ്റേറ്റിൻ്റെ GSTയുടെ ഷെയറും ആവാം, ഷെയറും കൂടിയാണ്. അത് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റിൻ്റെ ഇക്കോണമിക്കകത്ത് സംതിങ് ഈസ് ഹാപ്പണിങ്, എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിത് വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ടേബിൾ വെച്ചതും അതിനു വേണ്ടിയിട്ടാണ്. ഓൺ റവന്യൂവിൻ്റെ ആ ഒരു സാധ്യത നമ്മൾ നോക്കണം. കാരണം പ്രത്യേകിച്ചും GSDP കുറയുമ്പോൾ ബേസ് കുറയുകയാണ്. അപ്പോൾ ബേസ് കുറയുമ്പോൾ ഇത് കൂടുതൽ മുകളിലോട്ടേക്ക് പോകേണ്ടതാണ്, ഈ റേഷ്യോ കൂടുക വേണ്ടത്. പക്ഷേ വീണ്ടും കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കൃത്യമായിട്ടും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശദമായി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, ഞാൻ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഗറും കൂടി ഉണ്ടായിരുന്നു, അത് മിസ്സായതെന്ന് തോന്നുന്നു. അതായത് കേരളത്തെ കഴിഞ്ഞ ഒരു 6-7 വർഷം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ നാഷണൽ ആവറേജിനേക്കാൾ താഴെയാണ്. പക്ഷേ ഇതിന് മുന്നേ എടുത്ത് നോക്കുമ്പോൾ നമ്മളൊരു 2008-2009 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഗ്രോത്ത് നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലുമായിരുന്നു. അപ്പം ഈ റീസെന്റ് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തുള്ള ഗ്രോത്ത് കുറയുന്നു, പക്ഷേ ഇതിന് മുന്നേ ഇങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ആ ഒരു കോണ്ടക്സ്റ്റിനകത്ത് നമ്മൾ ഇത് ഞാൻ നോക്കുന്നത് നമ്മുടെ റവന്യൂ ആണ്. റവന്യൂ നോക്കുന്ന സമയത്ത് ഓൺ റവന്യൂവിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും ഓരോ വർഷങ്ങളായിട്ട് നോക്കിയാൽ. പക്ഷേ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഷെയർ നോക്കിയാൽ നല്ല ഷാർപ്പായിട്ട് വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ എങ്കിലും ഒരു വർഷം 2019-20 ഡൗൺ കാണാം. കാരണം കോവിഡാണ്, അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ GSDP കുറഞ്ഞു, റവന്യൂ കുറഞ്ഞു. സ്വാഭാവികമായിട്ടും കിട്ടുന്ന കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കുറവാണ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ തൊട്ടടുത്ത വർഷം വളരെ ഷാർപ്പായിട്ട് 54-ലേക്ക് കയറിയിട്ട് കാണാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ കിട്ടിയത് കുറവായിരുന്നു, ഇപ്പം കിട്ടുന്നത് കുറച്ച് കൂടുകയും ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ കിട്ടിയതും കൂട്ടിയിട്ടാണ് ഗ്രോത്ത് റേറ്റ് വരിക. അപ്പോൾ ഷാർപ്പായിട്ട് ഗ്രോത്ത് റേറ്റ് അങ്ങ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവണമെന്നില്ല. നോർമലി നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ ഒരു 20% അതിൻ്റെ ഇൻഇഫക്റ്റ് ഇക്കോണമിക്കകത്ത് കാണത്തുള്ളൂ. അപ്പം ഇരുന്നാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ 4 ടൈപ്പ് ഓഫ് നമ്മളെ സോഴ്സ് ഓഫ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സെൻറ്ററിൽ നിന്നുള്ള ഷെയർ സ്വാഭാവികമായിട്ടും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാലയളവിൽ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ പ്രശ്നം വന്നിരിക്കുന്നത് ആ തെറ്റത്തെ ഫിഗറാണ്, ഏറ്റവും ഫസ്റ്റിലത്തെ ഫിഗറാണ്, അതായത് ഓൺ ടാക്സ് റവന്യൂ എന്നുള്ളത്. അപ്പം നമ്മൾ ഇതും കൂടി ഒന്ന് നോക്കുക, ഇത് ഷെയർ ആണ്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ റവന്യൂവിൻ്റെ ഷെയറാണ് എടുക്കുന്നത്. അപ്പം സെൻറ്ററിൽ നിന്നുള്ള ഗ്രാൻഡ് കൂടിയാൽ ഓൺ റവന്യൂ കുറയും, സെൻറ്ററിൽ നിന്നുള്ള ഗ്രാൻഡ് കുറഞ്ഞാൽ ഓൺ റവന്യൂ കൂടും. കാരണം ഷെയർ എടുക്കുന്നുണ്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതാണ് ആ 2020-21. പക്ഷെ അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഷെയർ സെൻറ്ററിൻ്റെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റിൻ്റെ അതേ സമയത്ത് ഒന്നുകിൽ ആ ഒരു സ്റ്റാഗ്നൻ്റോ അല്ലെങ്കിൽ കുറച്ച് കുറയുകയോ ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ GSDPയുടെ നമ്മുടെ കേരളത്തിൽ GSDP എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും നമുക്ക് ഫിഗർ കുറച്ചും കൂടി. അതായത് സെൻറ്ററിൽ നിന്നുള്ള അത് കൂടുന്ന കാണാം ഷെയർ, അതുപോലെ തന്നെ ഓൺ റവന്യൂ കുറയുന്നത് കാണാം. കൃത്യമായിട്ട് അതിൻ്റെ ഒരു കുറവ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഇത് ഓൺ റവന്യൂ റെസിപ്റ്റ് ഇവിടെയാണ്. അതായത് ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റേറ്റിൻ്റെ റവന്യൂ കുറയുന്നു. ഇവിടെയാണ് ഞാൻ GSDP എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്, ഇതുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് അല്ല. ലോട്ടറി എന്നുള്ള വരുമാനമാണ്. നോൺ ടാക്സിൽ 80% ലോട്ടറിയിൽ നിന്നാണ്. പക്ഷേ മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 10%. മുമ്പത് ഏകദേശം 2%, 3% നിന്ന ലോട്ടറിയാണ്. ഇപ്പോൾ ഏകദേശം 10% അടുത്ത് വരുന്നുണ്ട്. അതിന് ഒരുപാട് ഇംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല, കാരണം വേറൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഗ്രോത്ത് റേറ്റാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ GSDP കുറഞ്ഞത്. GSDP കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൻ്റെ ഓൺ ടാക്സ് റവന്യൂ കുറഞ്ഞത്, റവന്യൂ മൊബിലൈസേഷൻ കപ്പാസിറ്റി കുറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നോക്കുവാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ നോക്കുക, ഈ റെഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. രണ്ടാമത്, ഈ കൊറോണ സമയത്ത് നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഡൗൺ ആയപ്പം ഇന്ത്യനേക്കാളും വളരെ ഷാർപ്പായിട്ടാണ് കേരളത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ഡൗൺ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ കുറഞ്ഞത് എത്രയാണോ അതിനേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിനകത്ത് കുറഞ്ഞത്. ഇത് ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ല. പക്ഷേ എന്നാലും ഇതാണ് കുറച്ചും കൂടി കറക്റ്റായിട്ട് നമുക്ക് ഇക്കോണമി മനസ്സിലാക്കാവുന്ന കാര്യം. ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് GSDPയേക്കാളും. അതുകൊണ്ടാണ് ഈ ഫിഗർ എടുത്തത്. 6.2 ഇന്ത്യയിൽ, ഇവിടെ 8.16, നല്ല ഷാർപ്പായിട്ട് കുറഞ്ഞിട്ട് കാണാം. അപ്പം നമ്മളിവിടെ നോക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ ഇക്കോണമി നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഇക്കോണമി നോക്കുക. നമ്മൾ നോക്കുക, അഗ്രികൾച്ചർ 8.4 ടോട്ടൽ GVയുടെ ഷെയറിൽ. പക്ഷേ ഇന്ത്യയുടെ കേസിൽ 14. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കൺസിഡർ ചെയ്യുന്നതും നോക്കുന്നതും മാനുഫാക്ചറിങ് സെക്ടറാണ്. മാനുഫാക്ചറിങ് സെക്ടറിനകത്ത് ഇന്ത്യയിൽ 17% ഗ്രോസ് വാല്യൂ ആഡഡ് വരുന്ന മാനുഫാക്ചറിങ്ങിലാണ്.
പക്ഷേ കേരളത്തിനകത്ത് 11. അതായത് ഉൽപാദനപരമായിട്ടുള്ള, വ്യാവസായികമായിട്ടുള്ള, ഫാക്ടറി അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉൽപാദനം നടത്തുന്ന ഒരു മേഖല പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നാഷണൽ ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 6% വേരിയേഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വിഷയം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നിവിടെ ഒന്ന് ചർച്ച ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കൺസ്ട്രക്ഷൻ എടുക്കുക. കൺസ്ട്രക്ഷൻ മേഖലയിൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 13.4, സെൻറ്ററിൻ്റെത് 7.8. റിലേറ്റീവ്ലി കേരളമാണ് ബെറ്റർ. പക്ഷേ നമ്മൾ എടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ട്രേഡ്, റിപ്പയർ, ഹോട്ടൽസ് എന്നുള്ളതാണ്. ഇതിനകത്ത് കേരളം 18%. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഉൽപാദനപരമായ മേഖല അഗ്രികൾച്ചറും മാനുഫാക്ചറിങ് എടുത്തു കഴിഞ്ഞാൽ 11, 8, 19, 20% മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഉൽപാദനപരമായിട്ടുള്ള മേഖലകളിൽ നിന്ന് വരുന്നത്. ബാക്കിയെല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ, ട്രേഡ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഇത്തരം മേഖലകളിൽ നിന്നാണ്. ഫൈനാൻഷ്യൽ റിയൽ എസ്റ്റേറ്റ്. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം വന്നിരിക്കുന്നത് ഏകദേശം 40% തന്നെ ഈ പറയുന്ന ട്രേഡ്, റിപ്പയർ, കൺസ്ട്രക്ഷൻ ഒക്കെ വരും. ഇതെന്ന് പറയുന്നത് ഇക്കോണമിക്കകത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചുരുങ്ങുന്ന മേഖലയാണ്. ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് ഈ കോവിഡ് നടന്ന സമയത്ത് പോലും ഇന്ത്യൻ ഇക്കോണമിയുടെ അഗ്രികൾച്ചർ മേഖലയുടെ വളർച്ച 4%, 3% ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമി ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിജീവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേസമയത്ത് സർവീസ് സെക്ടറിനകത്ത് ഏകദേശം 8-9% കീഴോട്ട് പോക്കാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ 7% താഴോട്ടേക്ക് പോയി. പക്ഷേ അഗ്രികൾച്ചർ 3-4% നിന്നു. 40% പോപ്പുലേഷനാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരെ അധികം അഫക്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമി ഇത്ര സ്ട്രോങ് ആയി നിൽക്കാനുള്ള ഒരു റീസൺ. അത് നമ്മുടെ വിഷയവുമായിട്ട് മാറി നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമ്പദ് വ്യവസ്ഥക്കകത്ത് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ വരുന്ന സർവീസ് സെക്ടറുകളാണ്. ആ സെക്ടറുകൾ എടുത്തു നോക്കുമ്പോൾ ആ സെക്ടറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. ഒരുപക്ഷെ മാനുഫാക്ചറിന് അത്ര പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല, അഗ്രികൾച്ചറിന് അത്ര പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല. കാരണം അത് രണ്ടും ഉൽപ്പാദന മേഖലകളാണ്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് ഈ ട്രേഡ്, റെസ്റ്റോറൻറ്റ് ആ ഒരു കാറ്റഗറിയിൽ 18% കുറവാണ് ഒറ്റയടിക്ക് ഡിക്ലൈൻ ചെയ്തത്. ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ചെയ്ത മേഖല ട്രേഡ്, ഹോട്ടലൊക്കെയാണ്. കാരണം മൊത്തം അടച്ചിട്ടു. അപ്പം കേരളത്തിൻ്റെ GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 18% വരുന്നത് അതേ സെക്ടറിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രോത്ത് റേറ്റ് വളരെ ഷാർപ്പായിട്ട് കുറയും. ഓൾ ഇന്ത്യ ആവറേജിനേക്കാൾ വളരെ ഷാർപ്പായിട്ട് കുറയും. കാരണം ഉൽപ്പാദനപരമായ രണ്ട് മേഖലകളിലും നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ത്യ ഏകദേശം 30% വരുമ്പോൾ നമ്മൾ 20% താഴെയാണ്. എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പാദന മേഖലകൾ കുറച്ചും കൂടി ഇൻസുലേറ്റഡ് ആണ് ഇങ്ങനത്തെ സമയങ്ങളിൽ. പക്ഷേ ഈ മേഖല അല്ല, സർവീസ് സെക്ടർ അല്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഗ്രോത്ത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ഇനി നമ്മൾ അത് ഒന്നാമത്തെ ഒരു കാര്യം. 2, നമുക്കറിയാം കേരളത്തിൻ്റെ ഇക്കോണമി 2008 മുതൽ 2008 മുന്നേ ഈ സെക്ടറൊക്കെ വളരെ വേഗത്തിൽ വളരുകയും കേരള ഇക്കോണമിയിൽ ഈ സെക്ടറിൻ്റെ 2 ഗുണമുണ്ട്. ഒന്ന്, പെട്ടെന്ന് കുറയുകയും ചെയ്യും. 2, വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് സെക്ടറിൻ്റെ ഗ്രോത്ത് 12-11% ആയിരിക്കും. ഇൻഡസ്ട്രി ഏകദേശം 8 ആയിരിക്കും. അഗ്രികൾച്ചർ ഏകദേശം 3-4, അല്ലെങ്കിൽ ചിലപ്പം നെഗറ്റീവ് വരെ വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ നെഗറ്റീവ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സർവീസ് സെക്ടർ വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് 2008 മുന്നേയുള്ള കാലഘട്ടത്തിൽ വളരെ വേഗത്തിലായിരുന്നു കേരളത്തിൻ്റെ വളർച്ച. പക്ഷേ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഈ സെക്ടറുകളൊക്കെ തന്നെ ഡൗൺ ആവാൻ തുടങ്ങി. റിയൽ എസ്റ്റേറ്റ് പെട്ടെന്ന് ഡൗൺ ആവും, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഡൗൺ ആവും, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടർ ഡൗൺ ആവും. ഇതൊക്കെ ഡൗൺ ആവാൻ തുടങ്ങി. കേരളത്തിൻ്റെ ഇക്കോണമിയും സ്വാഭാവികമായിട്ടും ഡൗൺ ആവാൻ തുടങ്ങി. ആ സമയത്താണ് ഓക്കി വരുന്നത്, ആ സമയത്താണ് ഫ്ലഡ് വരുന്നത്, ആ സമയത്താണ് കേരളത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ നാച്ചുറൽ കലാമിറ്റീസും കൂടി വരുന്നത്. ഇതെല്ലാം വളരെ വേഗത്തിൽ കേരളത്തിൻ്റെ ഈ സർവീസ് സെക്ടറിനെ, കേരളത്തിൻ്റെ ഇത്തരം മേഖലകളെ വളരെ വേഗത്തിൽ അഫക്റ്റ് ചെയ്യും. കേരളത്തിൻ്റെ ഇക്കോണമിയുടെ GSDP-യെ താഴോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള വിഷയമുണ്ട്. അതും ഞാൻ പരിശോധിക്കുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വേറൊരു വിഷയം കൂടിയുണ്ട്. നമ്മളിവിടെ നോക്കുക നമ്മൾ തമിഴ്നാടും കേരളവും കർണാടകവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, ട്രേഡ്, ഹോട്ടൽസ് നോക്കുക. കേരളം പച്ച കളറാണ്. 20 മേലെയാണ് പലപ്പോഴും കേരളത്തിൻ്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്ത്. അതായത് 20% മേലെ കോൺട്രിബ്യൂഷൻ ഈ ട്രേഡ്, ഹോട്ടൽസ് തുടങ്ങിയ മേഖലയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും ഇവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇക്കോണമിക്കകത്ത് ഗ്രോ ചെയ്യുന്നത് ട്രേഡും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനുമാണ് എങ്കിൽ അത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റുകൾ മാത്രമേ ഇവിടെ ജനറേറ്റ് ചെയ്യൂ. മാനുഫാക്ചറിംഗ് ആണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഡെവലപ്പ് ചെയ്തിരുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്കിൽഡ് ലേബർ ആയിരിക്കും. ഇവിടെ പോളിടെക്നിക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ലേബർ ഫോഴ്സാണ് നമുക്ക് മുന്നേ ഉള്ളത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള. ഇവരെ എംപ്ലോയ് ചെയ്യാൻ പറ്റാവുന്ന സെക്ടർ മാനുഫാക്ചറിങ്ങും IT യുമാണ്, അല്ലാതെ കൺസ്ട്രക്ഷൻ അല്ല.
കൺസ്ട്രക്ഷൻ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലേബർ ഫോഴ്സിന് പറ്റിയ എംപ്ലോയ്മെന്റ് അല്ല. പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. കൺസ്ട്രക്ഷനകത്ത് എംപ്ലോയ്മെന്റിന് വരുന്നത് ഒന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ, രണ്ട് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവർ, മൂന്നാമത് മൈഗ്രന്റ് വർക്കേഴ്സ്. ഈ 3 പേരാണ് വരുന്നത്. മറ്റുള്ളവർ ഈ സെക്ടറിലേക്ക് പെട്ടെന്ന് വരുന്നില്ല. ഞാൻ ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം 23% കൺസ്ട്രക്ഷൻ സെക്ടർ ലേബറും SC ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഏകദേശം അതിനടുത്ത് തന്നെ ഏകദേശം ST വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആർഗ്യുമെന്റിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു മേഖലയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ഒന്ന് കൺസ്ട്രക്ഷൻ മേഖലയാണ്. അവിടെ നല്ല കൂലിയുമുണ്ട്. പക്ഷേ ആ കൂലി ഉണ്ടെങ്കിൽ പോലും അത് ഏത് വിഭാഗത്തിനാണ് പോയതെന്ന് നോക്കിയാൽ ഈ വിഭാഗത്തിനാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാൻ പറ്റും. രണ്ടാമതായിട്ട് ട്രേഡ് റെസ്റ്റോറൻറ്റ്. നമുക്കറിയാം ടെക്സ്റ്റൈൽസ് മേഖല ഇഷ്ടംപോലെ തൊഴിൽ കൊടുക്കുന്നുണ്ട്, ഹോട്ടലുകൾ കൊടുക്കുന്നുണ്ട്, ട്രേഡുമായി ബന്ധപ്പെട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു വസ്തുത, കേരളം ഹൈ വേജാണ്, സോഷ്യൽ സെക്യൂരിറ്റിയാണ്, ട്രേഡ് യൂണിയൻ സ്ട്രോങ് ആണ്. പക്ഷേ ഇത്രയധികം മനുഷ്യത്വരഹിതമായ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന മേഖല വരെയില്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ 12 മണിക്കൂർ ജോലി ചെയ്യുന്നു. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ ദിവസങ്ങളോളം ജോലി ചെയ്യുന്നു, 5000 രൂപ 6000 രൂപ ശമ്പളം. ടെക്സ്റ്റൈൽസ് മേഖലയിൽ സ്ത്രീകളാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നു, 5000-6000 ശമ്പളം. അതുപോലെ തന്നെ ഹെൽത്ത് മേഖല പ്രൈവറ്റൈസ് ചെയ്തത് നമുക്കറിയാം ശമ്പളം അത്രയാണെന്ന്. മാത്രമല്ല ഇവർ പലരും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിരിച്ചു വിടുകയും ചെയ്യും. ഒരു കാരണം കാണിക്കൽ നോട്ടീസില്ല, ഒന്നുമില്ല. മനുഷ്യത്വരഹിതമായ രീതിയിൽ ഇത്ര ഒരു ക്രൂരമായ രീതിയിൽ ഈ ലേബർ ആക്ടിവിറ്റി നടക്കുന്ന ഒരു മേഖലയുണ്ടോ എന്നറിയില്ല. ഈ ട്രേഡ് ഹോട്ടൽസ് അവിടെ തന്നെയാണ് ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വേജ് കുറവാണ്, ലേബർ ലോസ് ഒന്നും തന്നെ പാലിക്കുന്നില്ല. അത്തരം തൊഴിലുകൾക്ക് കൂടുതലായിട്ട് വരുന്നത് സ്ത്രീകളാണ്. അത്തരത്തിലുള്ള ഒരു എംപ്ലോയ്മെൻ്റ് ആണ് രണ്ടാമതായിട്ട് നമ്മുടെ സമ്പത്തിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഈ തൊഴിലുകൾ നമുക്ക് മുന്നിൽ കാണാനും പറ്റും, ധാരാളമായിട്ട് കാണാനും പറ്റും. പക്ഷേ മാനുഫാക്ചറിങ് എടുക്കുക, മാനുഫാക്ചറിംഗിൽ കേരളത്തിൻ്റെ സ്ഥാനം നോക്കുക, ഫസ്റ്റ് ഫിഗറാണ്, ഏറ്റവും താഴെയാണ്. എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. അതായത് 8-9%. അതേസമയത്ത് കർണാടക അതുപോലെ തമിഴ്നാടൊക്കെ നോക്കി 20-നടുത്തൊക്കെ വരുന്നുണ്ട്, 18-20 എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് മാനുഫാക്ചറിങ് മേഖലയിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെ സ്കിൽഡ് ആയിരിക്കും, എന്തെങ്കിലും എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ 10 വർഷം ജോലി ചെയ്ത ഒരാൾക്ക് കൂലി കൂടുതൽ കൊടുക്കേണ്ടി വരും, അയാളുടെ ടെക്നിക്കൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് കുറച്ചും കൂടി ഹൈ പെയ്ഡ് എംപ്ലോയിഡ് ആയിരിക്കും. അതായത് 20,000-25,000 രൂപ കൊടുക്കേണ്ട ഒരു എംപ്ലോയ്മെൻ്റ് ആണ്, ടെക്നിക്കൽ സ്കില്ലുള്ള എംപ്ലോയ്മെൻ്റ് ആണ്. അതൊരു പക്ഷേ കേരളത്തിൽ വളരെ അത്യാവശ്യമുള്ള എംപ്ലോയ്മെൻ്റ് ആണ്. ആ എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒരുപക്ഷെ ചെന്നൈയിലേക്കോ ഇവിടുന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കർണാടകത്തിലേക്കോ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മേഖലയിൽ കേരളത്തിൽ വളരെ കുറച്ച്, യാതൊരു മാറ്റവും നടന്നില്ല. കാരണം നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും കേരളത്തിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് മുതൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ വലിയ പുരോഗതിയൊന്നും നമുക്ക് കാണാനില്ല. ഓൾമോസ്റ്റ് സ്റ്റാഗ്നൻ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈവൻ ചില സമയത്ത് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫിഗറിനകത്ത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ മറ്റ് 2 സ്റ്റേറ്റുകൾ, അത് കുറയുന്നതിൻ്റെ വേറെ റീസൺ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷമാണ് ആ കുറവ് വരുന്നത്. പക്ഷേ മറ്റ് സ്റ്റേറ്റ് രണ്ടും ഫാർ ബെറ്ററാണ് മാനുഫാക്ചറിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ എക്സ്പ്ലനേഷൻ ഈ ഒരു മാനുഫാക്ചറിങ് സെക്ടർ നമുക്ക് മുന്നിൽ തുറന്നിരുന്നുണ്ട്. മൂന്നാമതായിട്ട് റിയൽ എസ്റ്റേറ്റ് കേരളം നല്ല പെർഫോമൻസ് ആണ്. അത് മറ്റ് 3 സ്റ്റേറ്റുകളും ഒരുപോലെ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ വിഷയമില്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നം മാനുഫാക്ചറിങ് ആണ്. നമ്മുടെ ഗ്രോത്തിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്ന മേഖലകൾ എന്ന് പറയുന്നത് ട്രേഡും കൺസ്ട്രക്ഷനും റിയൽ എസ്റ്റേറ്റുമാണ്. മാനുഫാക്ചറിങ്ങോ അഗ്രികൾച്ചറോ അല്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഉണ്ടാവുന്നു, അതുമായി ബന്ധപ്പെട്ട പുരോഗതി ഉണ്ടാവുന്നു, അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഇക്കോണമിക്കകത്ത് ഉണ്ടാവുന്നു. ഞാൻ വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ച് പറയുവാണ്, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെന്നുള്ളൊരു ആർഗ്യുമെൻ്റ് എനിക്കില്ല. കേരളത്തിൽ MSME യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റിനോട് കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന MSME യൂണിറ്റ് ഇവിടെയുണ്ട്. പക്ഷേ എല്ലാം സർവീസ് സെക്ടറിലാണ്, മാനുഫാക്ചറിങ്ങിലില്ല. രണ്ടാമത്, കേരളത്തിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് സെക്ടറിലല്ല, മറ്റ് സർവീസ് മേഖലയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ട്രേഡും അതുപോലെ തന്നെ സർവീസും റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഈ സാധനങ്ങൾ എങ്ങനെ വളരുന്നു? ഇതിനുള്ള വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? കാരണം ഈ സാധനം വിറ്റ് പോകേണ്ടതാണ്, ഇവിടെ നിന്നുള്ള വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? മാനുഫാക്ചറിനും അഗ്രികൾച്ചറിനും കേരളത്തിൻ്റെ ഒരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പ്രധാനമായിട്ടും ഗൾഫിൽ നിന്നുള്ള റിമിറ്റൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് അറൌണ്ട് 33% ഓഫ് ടോട്ടൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൻ്റെ 33% വരുന്ന ഒരു റവന്യൂ വരുന്നത് ഈ മൈഗ്രേറ്റ് ഇൻകം ആയിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന മൈഗ്രൻ്റ് ഇൻകം ആയിരുന്നു. ഈ ഇൻകം ഇക്കോണമിക്കകത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസോടുകൂടി റിട്ടേൺ മൈഗ്രേഷൻ കൂടുകയും അതുപോലെ തന്നെ ഇക്കോണമിക്കകത്ത് ഗൾഫിൽ നിന്നുള്ള വരുമാനം സ്ലോലി കുറഞ്ഞു വരികയും ഇത് ഇക്കോണമിയുടെ GSDPയെ ബാധിക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായിട്ടും ഈ മേഖലയെല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം,
അതായത് ഒരു ഗ്ലോബലൈസേഷൻ 90-കൾക്ക് ശേഷം 2008 വരെയുള്ള ആ ഒരു നല്ല ഒരു 8% ഗ്രോത്തുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ സെക്ടറൊക്കെ വളർന്നു. ആ സമയത്ത് നമ്മളിത് മാനുഫാക്ചറിംഗിലേക്ക് ഡയറക്റ്റ് ചെയ്തില്ല, ഈ സെക്ടറൊക്കെ വളർന്നു. ആ സെക്ടറൊക്കെ എക്സ്പ്ലോയിറ്റേഷനും നടന്നു, എംപ്ലോയ്മെന്റ് ജനറേഷൻ നടന്നു, അതുപോലെ തന്നെ വളർച്ചയും നടന്നു. കേരളത്തിന്റെ ഗ്രോത്ത് റേറ്റ് നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലുമായിരുന്നു എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു റീസൺ ആ സമയത്തും ഈ ഗൾഫ് മണിയാണ് ഈ ഒരു ഗ്രോത്തിന് റീസണായി മാറിയത്. ഗൾഫ് മണി കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്രോത്തിനെയും നെഗറ്റീവായി ബാധിക്കാൻ തുടങ്ങി. വൺ ഓഫ് ദി റീസൺ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് വളരെ പ്രബലമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നടന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ജനങ്ങളുടെ മൂവ്മെന്റ് സ്റ്റോപ്പായി. ഇതോടുകൂടി ഗൾഫ് മൈഗ്രേഷൻ്റെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. ഈ സമയത്താണ് നമ്മൾ കേരളത്തിൻ്റെ പ്രതിസന്ധി കുറച്ചും കൂടി ആഴത്തിലോട്ടേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓഗിയും ഫ്ലഡും ഒക്കെ വിഷയങ്ങളുണ്ടായിരുന്നു, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഈ കേരളത്തിലെ ആ ഒരു കുറേയധികം ഗൾഫിലുള്ള ആൾക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്തു. അത് വളരെയധികം നമ്മുടെ ഇക്കോണമിയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളം ഇപ്പോഴും റിവൈവ് ചെയ്തിട്ടില്ലെന്നാണ് സെൻട്രൽ RBIയുടെ ഡാറ്റ പറയുന്നത്. റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. മറ്റു പല സ്റ്റേറ്റുകളും റിവൈവ് ചെയ്തു. കേരളം റിവൈവ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം, കേരളത്തിനകത്തുള്ള ഈ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിക്കകത്ത് നടക്കുന്നില്ല. അത് കൃത്യമായി നടന്നാൽ മാത്രമേ ഈ സെക്ടറിലെ ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് ഈ ലെവലിലെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ മാനുഫാക്ചറിംഗ് സെക്ടർ ഡെവലപ്പ് ആവുന്നത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഇൻഡെക്സ് ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും. നിങ്ങൾക്കറിയാം, നമ്മൾ കേരളത്തെ നോക്കിയാൽ മതി, 20 മേലെയാണ്. എപ്പോഴും നോക്കിയാലും 20 മേലെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് 28ആണ്. ആകെ രാജ്യങ്ങൾ ആദ്യം ഒഡീഷയൊക്കെയാണ് 29 ബാക്കി നമ്മൾ എടുക്കുന്ന അധികവും ആന്ധ്രാപ്രദേശ് നമ്പർ 1 ആണ്, കർണാടക 17ആണ്, തമിഴ്നാട് 14ആണ്, കേരളം 28ആണ്. ഇൻഡെക്സ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിനെ കുറിച്ച് മീൻസ് അതത്ര നല്ല ഇൻഡിക്കേറ്റർ ആണെന്ന് എനിക്കൊരു വിശ്വാസമില്ല. പക്ഷേ എന്നാലും റോബസ്റ്റ് ഇൻഡിക്കേറ്ററാണ്. പക്ഷെ നമ്മൾ രണ്ടാമത് എടുക്കുക ക്രെഡിറ്റ് ടു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ബാങ്കിൻ്റെ ക്രെഡിറ്റ് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ലൈൻ കാണാൻ പറ്റും, വളരെ താഴെയാണ്, വളരെ സ്ലോ ഗ്രോത്ത് ആണ്. പക്ഷേ കർണാടക, തമിഴ്നാട് വളരെ ഷാർപ്പാണ്. അതായത് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് ആ മേഖലയിൽ ഭയങ്കരമായിട്ട് ബാങ്കിൽ നിന്നുള്ള ക്രെഡിറ്റ് നടക്കുന്നുണ്ട്, കേരളത്തിലേക്ക് അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. കേരളത്തിലെ മാനുഫാക്ചറിങ് എന്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗ്രോത്തിനകത്തുള്ള ആ ഒരു കുറവ് നമുക്ക് ഈ 2 വെച്ച് പറയാൻ പറ്റും. 2 നമ്പർ ഓഫ് ഫാക്ടറീസ്. നമ്മൾ നോക്കിയ കർണാടകത്തിൽ ഏകദേശം 7500 ഫാക്ടറിയിലുള്ളത് ഇപ്പം 14,000ആണ്. തമിഴ്നാട്ടിൽ 21,000 ഉള്ളത് ഇപ്പം 38,000ആണ്. കേരളത്തിൽ 5,000 ഉള്ളത് 7,000ആണ്. വെറും 2,000 ഫാക്ടറികളാണ് വർദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു കാലയളവിനുള്ളിൽ. അതായത് ഇത് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്. 2004 മുതൽ 2019-20 ഈ വെറും 2,500 ഫാക്ടറികളാണ് കേരളത്തിൽ വർദ്ധിച്ചത്. പക്ഷേ മറ്റൊരു വർദ്ധിച്ചത് കർണാടകയിൽ 7,000-ന് വർധനവ്, തമിഴ്നാടിനകത്ത് ഏകദേശം 18,000 ഫാക്ടറികൾ വർദ്ധിച്ചു. ഇത് തന്നെയാണ് ബേസിക് റീസൺ മാനുഫാക്ചറിംഗ് മേഖലയിൽ എന്തുകൊണ്ട് വികസനം ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ട് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കുന്നത് മാനുഫാക്ചറിംഗ് മേഖലയിൽ വികസനം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നുള്ളതാണ്. കാരണം ഈ വിഷയം നമ്മൾ വിചാരിക്കുന്നത് പോലെ GSDPയുടെയോ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെയോ റവന്യൂ ഡെഫിസിറ്റിൻ്റെയോ മാത്രമല്ല, അത് കേരളത്തിൽ ഇതുവരെയുണ്ടായ വികസനപരമായിട്ട് ഇക്കോണമിയുടെ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള വിഷയമാണ് ഈ പല രീതിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ ഒരു ഇക്കോണമിയുടെ 21 സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡും കൺസ്ട്രക്ഷനും, ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ. ഇതൊക്കെ വളരെ മീൻസ് വളരെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന, ഇന്റർനാഷണലായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെക്ടറുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയാണ് കേരളത്തിനകത്ത് കാണുന്നത് എന്നും, അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചറൽ വിഷയങ്ങൾക്ക് നമുക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ പറയാൻ പറ്റില്ല. പെട്ടെന്നുണ്ടായ ഇൻസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇത് ഗ്രാജുവലായിട്ട് ഇവോൾവ് ചെയ്തു വരുന്ന സ്ട്രക്ചറലായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ഇതിൻ്റെ ഒരു പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയവുമല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത്, മാനുഫാക്ചറിംഗ് സെക്ടറിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സാമൂഹിക വ്യവസ്ഥ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്തു, ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ കൺസിസ്റ്റൻ്റായ പ്രവർത്തനം കൊണ്ട് ഈ സർവീസ് സെക്ടറിലേക്ക് വരുന്ന ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ട്രേഡ്, കൺസ്ട്രക്ഷൻ, ഇതിലേക്കൊക്കെ പോകുന്ന ഇതിലൊരു കുറച്ച് ശതമാനമെങ്കിലും ഗ്രാജുവലി മാനുഫാക്ചറിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള എഫേർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
പക്ഷെ അല്ലായെങ്കിൽ ഈ ഒരു ജനറേഷൻ മാറി അടുത്ത ജനറേഷൻ വരുമ്പോൾ ഇതൊരു പക്ഷേ മാറിയേക്കാം. പക്ഷെ അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഒരു മംഗലാപുരത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, മംഗലാപുരത്തെ ചെറുകിട വ്യവസായികളിൽ ഏകദേശം 30-40% മലയാളികളാണ്. തൃശ്ശൂരിൽ നിന്ന് മുതൽ കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള മലയാളികളാണ്. അവരാരും അവിടെ പോയത് പോർട്ട്, ഞാൻ അതിൽ വിചാരിച്ചു പോർട്ടാണെന്ന്. പോർട്ടല്ല. അതിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു കളക്ടർ, അദ്ദേഹം 2 വർഷം മുമ്പാണ് അവിടെ വന്നൊരു ഇത് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ റോ മെറ്റീരിയൽ മുഴുവൻ കളക്ട് ചെയ്യുന്ന കണ്ണൂരിൽ നിന്നാണ്. ആകെ നടക്കുന്നത് അവിടെ പാക്കിംഗ് മാത്രമാണ്, പാക്കിങ്ങും വിൽപ്പനയും മാത്രം. ബാക്കി റോ മെറ്റീരിയലും സാധനങ്ങളും എല്ലാം ഇവിടെ നിന്ന് എടുക്കുന്നത്. പക്ഷേ ഇവിടെ തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല. അയാളൊരു കളക്ടറായിരുന്നു. അയാൾക്ക് കുറച്ചും കൂടി ധാരണ നമ്മളെക്കാൾ കൂടുതലുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു രീതിയിൽ അത് മാനുഫാക്ചറിങ് സെക്ടറിന് എവിടെയോ, സർവീസ് സെക്ടറിൽ ഈ വിഷയമില്ല. മൊബൈൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ഇല്ല, ട്രേഡ് തുടങ്ങുമ്പോൾ ഇല്ല, എഡ്യൂക്കേഷൻ അൺഎയ്ഡഡ് സ്കൂൾ തുടങ്ങുമ്പോൾ ഇല്ല, ഹെൽത്ത് തുടങ്ങുമ്പോൾ ഇല്ല, അവിടെയൊന്നും ട്രേഡ് യൂണിയനും ഇല്ല, പൊളിറ്റിക്സും ഇല്ല. പക്ഷെ അവിടെ ആയിരുന്നു ട്രേഡ് യൂണിയൻ വേണ്ടിയിരുന്നത്. ഞാൻ ട്രേഡ് യൂണിയൻ അവിടെ വേണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്തരം മേഖലയിൽ ട്രേഡ് യൂണിയൻ അത്യാവശ്യമാണ്. എക്സ്പ്ലോയിറ്റേഷൻ വളരെ ഭീകരമാണ്. പക്ഷെ മറ്റുള്ള സെക്ടറിൽ, പക്ഷേ ഈ ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സൊസൈറ്റിക്കകത്ത് തന്നെ ഒരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ഞാൻ ഇങ്ങനെയൊരു മുന്നോട്ട് വെക്കുന്നത്, നമ്മൾ ഈ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വരുമ്പോൾ, മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ പ്രത്യേകത, അവർക്കവിടെ റോ മെറ്റീരിയൽ മൊബിലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഉൽപ്പാദനം നടക്കണം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഒരുപാട് ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കും. ട്രേഡിനകത്ത് അത് നടക്കില്ല. കൺസ്ട്രക്ഷനകത്ത് അത്രയും ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കില്ല. ട്രേഡിനകത്ത് ആ ഒരു സാധനം ഉണ്ടാക്കിയത് കൊണ്ടുവരുന്നു, വിൽക്കുന്നു, തീർന്നു, എക്സ്ചേഞ്ച്. ഐ എം ഓൺലി എ മിഡിൽ മാൻ. പക്ഷേ ഇവിടെ നടക്കുന്നത് പ്രൊഡക്ഷനാണ്. അപ്പോൾ മാനുഫാക്ചറിങ് അകത്ത് നമ്മൾ മാറി നിൽക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ വോളിയത്തിൽ വളരെയധികം കുറവ് നടക്കും. നല്ല ഗെയിൻഫുൾ ആയിട്ടുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടില്ല. ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ആ ഒരു ബാക്ക്വേർഡ് ഫോർവേഡ് ലിങ്കേജ് കുറവായിരിക്കും. അപ്പം ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ മാനുഫാക്ചറിങ്ങിൽ കേരളം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഇതൊരു സ്ട്രക്ചറൽ വിഷയമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് പെട്ടെന്നൊരു മാറ്റം കാണാനുള്ള സാധ്യത റിലേറ്റീവ്ലി വളരെ കുറവാണ്. പക്ഷേ ദർ ഷുഡ് ബി എ കണ്ടിന്യൂസ് എഫേർട്ട് ഫ്രോം ദി പാർട്ട് ഓഫ് ദി ഗവൺമെൻറ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ സിറ്റുവേഷൻ. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഒരുപക്ഷെ ഈ തലമുറയിൽ മാറിയില്ലെങ്കിലും അടുത്ത തലമുറയിലെങ്കിലും അത് മാറി വരാനുള്ള ഒരു സാധ്യത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ ഇതിനകത്തൊരു പോസിബിലിറ്റി ആയിട്ട് കാണുന്നത്, നമ്മുടെ ഈ ഗ്ലോബൽ സിറ്റുവേഷൻ കുറച്ച് മാറുകയാണെങ്കിൽ, നമ്മുടെ ഈ മൈഗ്രേഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ, ആ ഇൻകം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ കേരള ഇക്കോണമി കുറച്ചും കൂടി റിക്കവർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ഒരു അൺസർട്ടനിറ്റി ഒന്ന് കുറയുമ്പോൾ ചിലപ്പം ഇക്കോണമി ഒന്ന് ബെറ്റർ ആവാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നീടെന്ന് വെച്ചാൽ, ഓവറോൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു മാറ്റം വരുവാണെങ്കിൽ അതും നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ പ്രതിഫലിക്കും. ആ രീതിയിൽ ചിലപ്പം ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യതയും നമ്മളെ ഇക്കോണമിക്കകത്ത് ചിലപ്പം കണ്ടേക്കാം, അത്തരത്തിലൊരു ഒരു 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 മാറ്റം. അപ്പം ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്ക് ഇതിനകത്ത് സ്ട്രക്ചറലായിട്ട് മാറാനുള്ള സാധ്യത. പെട്ടെന്നുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത്, റീസെൻ്റായിട്ട് ഗവൺമെൻറ് നിരന്തരമായിട്ട് ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ജനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയും ഈ സ്ട്രക്ചറലായിട്ടുള്ള വിഷയത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നമുക്കറിയാം ചൈൽഡ് ലേബർ നമ്മൾ നിയമം പാസ്സാക്കാൻ പറ്റില്ല എന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ചൈൽഡ് ലേബർ ഇപ്പോഴും 1 കോടി കുട്ടികൾ ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ദേ ഹാവ് നോ അതർ ഓപ്പർച്യൂണിറ്റി. അവർക്ക് വേറെ വഴിയില്ല. ജനങ്ങൾക്ക് വിശ്വാസമില്ല സിസ്റ്റത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതാണ് ഈ സ്ട്രക്ചറിൻ്റെ വിഷയം എന്ന് പറയുന്നത്. സിസ്റ്റത്തിൽ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരിക്കുക, ആ ജനങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഇവിടെ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇവിടെ ഓക്കെ ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ സ്കില്ലായിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു ബോധം പൊതുസമൂഹത്തിനുണ്ടായിരിക്കുക. അപ്പോൾ ആ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച്, അവരുടെ അപ്രോച്ചിനകത്ത്, അവരുടെ സ്വഭാവത്തിനകത്തുള്ള ഒരു ചേഞ്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ തലമുറ മാറ്റം എന്ന് വീണ്ടും പറയുന്നത്. തലമുറ മാറുമ്പോൾ ഈ സ്ട്രക്ചറലായിട്ടുള്ള വിഷയങ്ങൾ പലതും പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം കൂടി വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, കേരളത്തിൻ്റെ GSDPയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഫിഗർ അത്ര ആശാവഹമല്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഡക്റ്റീവ് മേഖലകളിൽ ഇച്ചിരി GSDPയിലെ ആ ഒരു ഷെയർ വളരെ കുറവാണ്. അതേ സമയത്ത് നമ്മൾ ട്രേഡും മറ്റ് മേഖലകളിലൊക്കെ ഇത് എപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം, എന്ത് പ്രശ്നം ഇക്കോണമിക്കകത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് കേരളത്തിൻ്റെ ഇക്കോണമി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഗ്രോത്ത് റേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രോത്ത്, ഈ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് നമ്മുടെ ഇക്കോണമിക്ക് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.
സസ്റ്റൈനബിൾ ആണോ ഈ ഒരു സിസ്റ്റം എന്നുള്ളത്. ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി ഇടുന്ന വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഈ പല ആർഗ്യുമെൻറ്റുകളും പേഴ്സണലായിട്ട് വരുന്ന ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവും. അത്തരം ആർഗ്യുമെൻറ്റുകളും വിമർശനാത്മകമായി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രക്ചറിനകത്ത്, ഇക്കോണമിയുടെ സ്ട്രക്ചറിനകത്ത് ഒരു ചേഞ്ച് ആവശ്യമാണ്. ഞാനിവിടെ അഗ്രികൾച്ചർ അധികം സംസാരിക്കാത്തത്, അഗ്രികൾച്ചറിനെ നിലനിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് GSDPയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും വർദ്ധിപ്പിച്ച് GSDPയിൽ ഒരു ബൂസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ നിർത്തണം, വാല്യൂ അഡീഷൻ ഒക്കെ നടത്തണം, അത്തരം കാര്യങ്ങളൊക്കെ നടന്നത് നല്ലതാണ്. പക്ഷേ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ മാനുഫാക്ചറിങ്ങിനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ IT മൂല മേഖലകൾക്കാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അഗ്രികൾച്ചർ ഒഴിവാക്കിയതല്ല, മറിച്ച് അതിനുള്ള ഒരു കപ്പാസിറ്റി, അത് ഒരു GDPയെ ലീഡ് ചെയ്യാൻ മാത്രമുള്ളൊരു കപ്പാസിറ്റി നിലവിൽ കേരളത്തിൽ അഗ്രികൾച്ചറിനില്ല. അപ്പോൾ ഇതൊരു സ്ട്രക്ചറായിട്ടുള്ള നമ്മുടെ GSDPയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ GSDPയുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പബ്ലിക് ഫിനാൻസ് മേഖലയുടെ ടാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ കാണണമെന്നാണ്, ആ രീതിയിൽ അതിനെ ചർച്ച ചെയ്യപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും നേരം ഈ ഒരു സംസാരം ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്തേ.